ഹായ് ഖലീൽ ഇബ്രാഹിം. എല്ലാ പേരൻസ് നേരിട്ടുകൊണ്ടുള്ള ഒരു വിഷയമായിട്ട് മക്കളെ വിഷയത്തിൽ ഒരു മോത്ത് അടങ്ങിയിട്ട് നിൽക്കില്ലേ, വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് എല്ലാ ഓർത്തൊളിച്ചൊന്നെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അവിടെ പോലും പോകാത്ത ഒരവസ്ഥ. കാരണം ഒരു മോത്ത് അടങ്ങിയിട്ട് നിൽക്കില്ല, അവൻ്റെ കൈ നിന്റെ അവിടെ നിൽക്കില്ല, കാല് നിന്റെ അവിടെ നിൽക്കില്ല. ഇനി ഏത് ടൈമിൽ നോക്കിയെങ്കിൽ അവന് എന്തെങ്കിലും ഒന്ന് ആക്കിക്കൊണ്ടേയിക്കണം. അങ്ങനത്തെ മക്കളെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടിക്കുവാറല്ലേ? ആ മക്കളെ ഭാഗ്യത്തില് ഞങ്ങൾക്കെല്ലാം ഒന്ന് പഠിക്കാമോ? നിങ്ങൾ എല്ലാം റെഡിയാ? ആർ യു റെഡി? യെസ്, ഓക്കെ. അതിരെ ഈ ഒരു മോത്ത അടങ്ങി വെക്കാത്ത മക്കളെ ആ ഒരു അങ്ങത് ബീണു ചൊന്നിട്ടാക്കറല്ല ചൊല്ലത് ഞങ്ങൾ ഒന്ന് പഠിക്കാം അല്ലേ? അങ്ങ് ബീണു ചൊന്നിട്ടാക്കറല്ല അത് മക്കളെ ഒരു ന്യൂറോ സംബന്ധമായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ ആയിട്ടിക്കറ്. അതിന്റെ പേരായിട്ടിക്കറ് സൈക്കോളജിക്കലിൽ ചൊന്നെങ്കിൽ ADHD എന്ന് ചൊല്ലാറ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഒരു മോത്തു അടങ്ങിട്ട് ദെക്കു അങ്ങ് ആവുറേയില്ല, അങ്ങ് ബീണു ചൊന്നിട്ടാക്കറെന്തോ അല്ല അത്. അപ്പൊ അത് അങ്ങനെ ഈ അറ്റൻഷൻ ഏരിയാസ് എപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേഷൻ ആയോണ്ടേക്കറ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കൈ ഒരു മോത്ത് നിന്റെ അവിടെ നിൽക്കല്ലേ. ഇനി അങ്ങാലത്തില് ഒരു നടക്കരുതായെങ്കിലും ഞങ്ങൾ കണ്ടിട്ടിക്കല്ല. അങ്ങ് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുള്ളി 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 തുള്ളിട്ടായിട്ടിക്കറ് അങ്ങ് നടന്നിട്ടും പോണ്ടത് അല്ലേ? ഓക്കെ. അപ്പൊ അത് ഞങ്ങൾ ഒന്ന് ആ മക്കളെ സംബന്ധിച്ച് ഞങ്ങൾ ഒന്ന് ജസ്റ്റ്, അതായത് അത് കിടാവു വേണു ചെന്നിട്ട് ആക്കരല്ല, കിടാവ് ഒരു ഉൽഗത്തിലുള്ളത് ചെറിയ സമസ്യ അത്. അപ്പൊ ആ ഒരു സമസ്യ അത് ഇന്ന മക്ക ചെന്നെങ്കിൽ അങ്ങക്ക് 3 സിംറ്റംസ് ഇക്കറ്. ഒന്ന് ഇൻ അറ്റൻഷൻ, രണ്ടാമത്തത് ഇമ്പൾസിവിറ്റി, മൂന്നാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റി. ഈ 3 സിംറ്റംസ് ആയിട്ടിക്കറി ഈ മക്കളത്തിൽ ഇങ്ങനത്തെ മക്കളത്തിൽ കാണണ്ടേ. കാരണം ഇങ്ങ ഒരു മോത്ത് ശ്രദ്ധ അങ്ക് ഒരു മോത്ത് കോൺസെൻട്രേഷൻ ആക്കിയിട്ട് ദെക്കുകയില്ല ഒന്നും. ഇങ്ങ എപ്പോ നോക്കിയെങ്കിലും ഫുൾ ബാറ്ററി ഹൈപ്പർ ആക്റ്റീവ്, അതായത് ഫുൾ ബാറ്ററി ചെന്നെങ്കിൽ എപ്പം അങ്ങ് ഫുൾ എനർജറ്റിക് ആയിട്ട് അയക്കാറ്. മൂന്നാമത്തേത് കാർ ഇത് എന്താ കണക്കറാട്ടി യാറെ ആക്ടിവിറ്റി ആയിട്ടിക്കറ് അങ്ങനതിലല്ല ഞങ്ങൾക്ക് കാണുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ മക്കളുടെ സമസ്യ, മക്കളുടെ ഉൽഗത്തിലുള്ള സമസ്യ. അപ്പൊ അതങ്ങ് ബേണു ചെന്നിട്ടാ അല്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രാക്കവും ബേനായിട്ടാ ആക്കര അല്ല ചൊല്ലത്. ഞങ്ങൊന്നും അണ്ടർസ്റ്റാൻഡിങ് ആയെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗത്തിൽ ഞങ്ങൾക്ക് ഫോക്കസ് ആക്കുക വരും. അപ്പൊ ഇങ്ങനത്തെ മക്ക അത് ഇത് എല്ലാം ഇപ്പൊ സ്കൂളിലായെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ മക്കളുടെ ಬಗ್ಗೆ ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കും. കാരണം എപ്പ നോക്കിയെങ്കിൽ ഈ കിടാവുക ഒരു മോത്ത് അടങ്ങിയിട്ട് ദെക്കുകു കോൺസെൻട്രേഷൻ ആക്കിയിട്ട് ദെക്കുക കപ്പാസിറ്റി ഇല്ലാത്ത കാരണം കൊണ്ടിട്ടു അവൻ്റെ കൈ അവൻ്റെ അപ്പുറത്തെ മുട്ടത്തിൽ നിന്നോണ്ട് ഇങ്ങനെ ആക്കുമ്പത്തേക്ക് അപ്പറമ്മ ഇപ്പറമ്മ അവൻ്റെ ചോട്ടിയോണ്ടാ പിടിച്ചോണ്ടാ അവൻ്റെ തൊട്ടോണ്ടാ അതയക്കറ്. അതങ്ങ് എന്തരാക്കറാറ്, ടീച്ചറുടെ കംപ്ലൈന്റ് ചൊല്ലാറ്, ടീച്ചറിങ്ങള് ഷൗട്ടാക്കറ്. അങ്ങനെ എപ്പ നോക്കിയെങ്കിലും ഓൻ്റെ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനത്തെ മക്കളതിലെല്ലാം ഞങ്ങൾ കാണൂ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനത്തെ മക്ക അത് ഇതല്ലേ ഞങ്ങൾ ഇത്രയും അർത്ഥാക്കത് കിടാവ് ബേണു ചെന്നിട്ടാക്കറല്ല, കിടാവ് ഒരു ഉൽഗത്തിലുള്ള ചെറിയൊരു ഡിസോർഡർ ആയിട്ട് അതൊക്കെ ഞങ്ങൾ എന്തരാക്കണം, അതിലുള്ള റെമഡി ಅದಕ್ಕುಲ್ಲೆ ಸೊಲ್ಯೂಷನ್ ಎಂದರೆ ಚೊಲ್ಲದೈಟಿಕರ ನಂಗೆ ഒന്നാമത്തെ സൊല്യൂഷൻ ചൊന്നെങ്കിൽ ಅದರ ನಂಗೆ ಅಂಡರ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಆಕ ಎಂದರೆ ഇത് വേണു ചൊന്നിട്ട് കിടാവൂർ ആക്കരല്ല, കിടാവൂർ ഉൽഗത്തിലുള്ള ചെറിയൊരു സമസ്യ ചൊന്നിട്ട് ഞങ്ങൾ ഒന്നർത്ഥാക്ക. രണ്ടാമത്തത് ഞങ്ങൾ ഇതിപ്പോ ഇങ്ങനത്തെ ഈ തസ്ബിര മാല പോലത്തെ മാല ഉണ്ടല്ലേ, അതില് ഞങ്ങൾ എന്തരാക്കപ്പെട്ടു ഇങ്ങനെ കോർപ്പാട്ട. ഇങ്ങനത്തെ മക്കളെ അറ്റൻഷന് ആ ബുദ്ധിമുട്ട് ഉള്ള മക്കളതില് അതെന്തരാക്കുന്നത് ഇങ്ങനെ ഞങ്ങക്കിപ്പ ഇത്ര സ്പീഡിൽ എന്തരാക്കറ ഞങ്ങ ഇಡ್ರ അങ്ങ എന്തരാക്കുവാറ് ചൊന്നെങ്കിൽ എന്തര ഒന്നുണ്ട് ഇതിങ്ങനെ ഇത് ലാസ്റ്റ് ഒട്ട ഇല്ലാണ്ട് ചൊല്ലുവാറാണ്. അപ്പൊ ഇങ്ങനത്തെ മക്കൾക്കും ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഞങ്ങ ഇതാക്കണത് ഒന്ന് ഫസ്റ്റ് ഞങ്ങൾ തെല്ല് വലിയ മണിയെ കൊടുക്ക, ഒന്ന് ബീഡ്സ്. ഓക്കെ. പിന്നെ അതിരാണ്ട് തെല്ല് ശരിയാക്ക, പിന്നെ അതിരാണ്ട് ശരിയാക്ക, പിന്നെ അതിരാണ്ട് ശരിയാക്ക, പിന്നെ ലാസ്റ്റ് ചെറിയത് കൊടുക്കുക.
അപ്പം ആ ഒരു ഹൈറാർക്കി കറക്റ്റ് ഇന്നെങ്കിൽ അതൊരു സ്റ്റെപ്പ് ടു സ്റ്റെപ്പായിട്ട് അത് കൊടുത്തെങ്കിൽ ഈ മക്കൾക്ക് കറക്റ്റ് അതിൽ ട്രീറ്റ്മെൻറ്റിൽ ലെവലിൽ ചെന്നെങ്കിൽ ഒരു 90 days അതായത് 90 നാൾക്ക് ഒരു ജണ്ടുപെട്ട ഇത് ഞങ്ങൾ ഒന്ന് പ്രാക്ടീസ് ആക്കി പറ്റിയെങ്കിൽ ഈ മക്കൾക്ക് നല്ല അവർ കോൺസെൻട്രേഷൻ ഏരിയ നല്ല ഡെവലപ്മെന്റ് ആയിട്ട് അങ്ങനെ നല്ല ഗ്രോത്ത് ആവുറാറ് റൈറ്റ്. രണ്ടാമത്തേത് ഇനിയിപ്പോൾ മൂന്നാമത്തേത് ചെന്നെങ്കിൽ ഈ ഷോട്ടിങ് കടല പയർ അങ്ങനത്തെ ഗ്രീൻസ് ഐറ്റംസ് ഉണ്ടല്ലേ, കടല പയർ അങ്ങനത്തെ ഒരു 4-5 ഐറ്റംസ് വെച്ചിട്ട് അതിനെ ഷോർട്ട് ആക്കി വെച്ചല്ല, ഡിവൈഡ് ആക്കി വെച്ചല്ല, ഓരോന്നര ಬೇರೆ ಬೇರೆ ആക്കി വെച്ചല്ല. അത് ഉറക്കത്തിലെ ഇങ്ങനെ 1/4 കിലോ 1 കിലോ ഇട്ട് കൊടുക്കറല്ല. അത് ഫസ്റ്റ് തെല്ല് ഇട്ടിട്ട് കൊടുക്കുക, പിന്നെ അതിനാണ് തെല്ലിയാറാക്ക, അങ്ങനെ തെല്ലിയാറാക്കിയിട്ട് അതിനെ ഷോർട്ട് ആക്കി വെച്ചല്ല. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ 90 days കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇതാക്കോ തുടങ്ങിയെങ്കിൽ ഈ മക്കളതിൽ നല്ല കോൺസെൻട്രേഷൻ ഏരിയ നല്ല ഡെവലപ്മെന്റ് ആയിട്ട് ഈ അടങ്ങിട്ടിരിക്കോ അത് ഇത് എല്ലാം അങ്ക് ആവും. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങളെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ. ബൈ.